നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കാറുണ്ട്. സാമ്പത്തികമാണെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ എനിക്ക് വലിയ കോടീശ്വരനൊന്നും ആവണ്ട, എൻ്റെ കാര്യം ഒന്ന് നടത്തി കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഈ ഒരു കഷ്ടപ്പാട് കുറച്ചെങ്കിലും ഒന്ന് കുറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭജിക്കുക. കുചേലന്റെ കഥ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ വലിയ സമ്പന്നനാക്കിയ ഭഗവാനാണ് ശ്രീകൃഷ്ണൻ. അദ്ദേഹത്തെ നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭജിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു കോടീശ്വരനാവാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് അന്നന്നേക്ക് ജീവിച്ചു പോകാനുള്ള ഒരു വഴി ഭഗവാൻ കാണിച്ചു തരുമെന്നുള്ളതാണ്. ഭഗവാൻ നിറഞ്ഞ ഭക്തിയോടുകൂടെ ഇപ്രകാരം ഭജിക്കുക. ശ്രീകൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ. ഇപ്രകാരം നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു കോടീശ്വരനാവാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് അന്നന്നേക്കുള്ളൊരു വഴി അദ്ദേഹം കാണിച്ചു തരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിച്ചോളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് എവിടെയും തളർന്നു പോകേണ്ടി വരില്ല, എവിടെയും തകർന്നു പോകേണ്ടി വരില്ല. അദ്ദേഹം നമ്മുടെ കൂടെ ഒരു കൈത്താങ്ങായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ വലിയൊരു കോടീശ്വരനാവാൻ നമ്മൾ ആഗ്രഹിക്കാറില്ല, കൊച്ചു കൊച്ചു കാര്യങ്ങൾ നടന്നു പോകണമെന്ന് ആഗ്രഹിക്കാറുള്ളൂ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭജിച്ചോളൂ. ഇപ്രകാരം തന്നെ ഭഗവാനെ ഭജിച്ചോളൂ. നിറഞ്ഞ ഭക്തിയോടുകൂടെ ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം അരികിൽ അദ്ദേഹം ഓടിയെത്തും എന്നുള്ളതാണ്. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.